പത്തനാപുരം ഗാന്ധിഭവനിൽ അന്തേവാസിയായിരുന്ന ഗംഗ ജന്മനാട്ടിലേക്ക് 3 വർഷത്തിന് ശേഷം മടങ്ങി. ഇത് ഗംഗ. സ്വന്തം പേരല്ലാതെ മറ്റൊന്നും ഓർത്തെടുക്കാനാകുമായിരുന്നില്ല ഗംഗയ്ക്ക്. പാതി മറന്നുപോയ ജീവിതത്തിൽ നിന്നും ഗംഗയെ തിരികെ എത്തിക്കുകയാണ് പത്തനാപുരം ഗാന്ധിഭവനിലെ ഒരു കൂട്ടം സുമനസുകൾ. 2022 ഒക്ടോബർ 19 കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ സംശയാസ്പദമായ നിലയിൽ ഗംഗയെ പോലീസ് കണ്ടെത്തുന്നത്. തെലുങ്ക്, ഹിന്ദി ഭാഷകൾ അവ്യക്തമായി സംസാരിച്ചിരുന്ന ഗംഗ ട്രെയിൻ മാറി കയറിയതാണെന്നാണ് ആദ്യം പോലീസിനോട് പറഞ്ഞത്. പരസ്പര വിരുദ്ധമായി സംസാരിച്ചതോടെ പോലീസും പ്രതിസന്ധിയിലായി. ഭർത്താവിന്റെ പേര് രാജേന്ദ്രൻ എന്നാണെന്നും മക്കളുണ്ടെന്നും പറഞ്ഞിരുന്നു. പിന്നീട് ഗാന്ധിഭവനിലെ നിരന്തര കൗൺസിലിംഗിനൊടുവിൽ ഗംഗ ഭർത്താവിന്റെ ഫോൺ നമ്പർ ഓർത്തെടുത്തു. ഭർത്താവ് രാജേന്ദ്രനെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും വിവരങ്ങൾ കേൾക്കാൻ തയ്യാറായില്ല. തുടർന്ന് ഗാന്ധിഭവൻ അധികൃതർ കളക്ടർ, വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ, ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ എന്നിവരെ വിവരം ധരിപ്പിച്ചു. തുടർന്ന് ഗംഗയെ തെലങ്കാനയിലെ ഖമ്മം ജില്ലയിലെ ഗ്രാം വികാസ് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ജന്മനാട്ടിലെത്തണമെന്നുള്ള ഗംഗയുടെ ആഗ്രഹവും അങ്ങനെ സഫലമായി. കഴിഞ്ഞ ദിവസം ഗംഗയെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്രയാക്കി. ഗാന്ധിഭവൻ അധികൃതരും പോലീസ് ഉദ്യോഗസ്ഥരും യാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് 18 കായംകുളം.